ഞാൻ ഈ ആൽബത്തിൽ നേരത്തെ പോസ്റ്റ് കാർഡ് കണ്ടപ്പോൾ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായതെന്ന് പറഞ്ഞാൽ മുമ്പ് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു സൗഹൃദ ഉടമ്പടി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സിബിഷൻ 1982 നടന്നിട്ടുണ്ടായിരുന്നു. ആ എക്സിബിഷൻ്റെ ഓർമ്മയ്ക്കായിട്ട് പുറത്തിറക്കിയ ഒരു പോസ്റ്റ് കാർഡാണ് ഇത്. അപ്പോൾ ആ പോസ്റ്റ് കാർഡിൽ ആരോ ആ ടീച്ചർക്ക് അയച്ച ഒരു ആശംസാ കാർഡാണ്. നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ആൽബത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കണ്ടത്. പല കളറിലുള്ള റോസാ ചെടികളുണ്ട്. മുന്തിരിയിൽ മരുന്നടിച്ചിട്ടുണ്ട്. കീടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ സ്പ്രേ ചെയ്തിട്ടുണ്ട്. എന്തായാലും മുന്തിരി പാകമായിട്ടില്ല, വിളഞ്ഞു വരുന്നേ ഉള്ളൂ. അദ്ദേഹം എന്തോ ഒരു അസുഖമായിട്ട് കിടപ്പിലായപ്പോൾ 30 മാർച്ചിന് 7/4 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 7-ാം തീയതി മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വരച്ച ഒരു പടമാണ്. ഒരു കാളയുടെ പടവും സമയവുമൊക്കെ പുള്ളി ഒരു പടം പോലെ വരച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി വരച്ചതുപോലെ തന്നെ ഏപ്രിൽ 7-ാം തീയതി പുള്ളി മരണപ്പെട്ടത്. അപ്പോൾ ഈ ലേഡി നമ്മളോട് പറഞ്ഞാണ് ആ ഒരു പടമാണിത്. ഈ പോസ്റ്റ് കാർഡിലും ഒരു സോവിയറ്റ് യൂണിയൻ്റെ സ്റ്റാമ്പ് കാണാം. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അടയാളങ്ങളൊക്കെ മുഴുവൻ നീക്കം ചെയ്യാനാണ് 2010 ജോർജിയൻ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ ശ്രമിച്ചാലും 70 വർഷം ഭരിച്ച ഒരു സർക്കാരിൻ്റെ അടയാളങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ബാക്കിയുണ്ടാവുന്ന ഉള്ളതാണ് ഒരു സത്യം. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമ്മൾ ജിഖേഷിയിലെ ഹോം സ്റ്റേയിലെത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ. ഇതിനകത്ത് 4 റൂമുണ്ട്. അതുപോലെ ഹോം സ്റ്റേയുടെ ഈ ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാർ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നത്. ഇത് തണുപ്പ് കാലത്ത് താമസിക്കാനുള്ള വീടും ഇത് ചൂട് കാലത്ത് താമസിക്കാനുള്ള വീടുമാണ്. ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഇതാണ് ഒരു റൂം. ഇത് വേറൊരു ബെഡ്റൂമാണ്. പുറത്തോട്ട് നോക്കിയുള്ള കാഴ്ച ഇതാണ്. ഈ വാട്ടർ ടാങ്കിൻ്റെ ഷേപ്പ് കണ്ട് ഒരു മിസൈൽ പോലെ ഉള്ളൊരു ഷേപ്പിലാണ് ഈ ഒരു വാട്ടർ ടാങ്ക് ഉള്ളത്. ഇതൊരു പീച്ച് ട്രീ ആണ്. ഇതിൻ്റെ പുറകിൽ മുന്തിരി കൃഷിയും എന്തൊക്കെ കൃഷികളൊക്കെയാണുള്ളത്. മുന്തിരി കൃഷിയുണ്ട്. ഇങ്ങോട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാളാണ്. ആ ഭാഗത്തും ഒരു റൂമുണ്ട്. മൊത്തത്തിൽ 2 ടോയ്ലറ്റാണുള്ളത്. 4 റൂം 2 ടോയ്ലറ്റുമാണ് ഉള്ളത്. ഇപ്പോൾ ടോയ്ലറ്റും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള ടോയ്ലറ്റാണ്. രണ്ട് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് താമസിക്കാൻ പറ്റും. ആകെ 4 റൂമാണുള്ളത്. അതിലിപ്പോൾ 2 റൂമിൽ നമ്മളുണ്ട്, മറ്റേ 2 റൂമും വെറുതെ കിടക്കാണ്. 160 ലാറിയാണ് നമുക്ക് മൊത്തത്തിൽ ചാർജ് ആയത് ഒരു ദിവസത്തിന്. ഇതിവിടെ ഹാളിൽ വെച്ചിട്ടുള്ള ഒരു പഴയ ആൽബമാണ്. ആദ്യത്തെ പേജിൽ തന്നെ ഒരു പോസ്റ്റ് കാർഡ് ഉണ്ട്. ഇതിൽ സോവിയറ്റ് യൂണിയൻ്റെ ഇന്ത്യയുടെയും പതാക പതിച്ചൊരു സ്റ്റാമ്പ് കാണുന്നുണ്ട്. അതിൽ 1982 എന്ന് എഴുതിയിട്ടുണ്ട്. പണ്ടുള്ള എന്തോ ഒരു ആൽബമാണിത്. 1984 ഉള്ളൊരു ഫോട്ടോസാണ്. കൈ കൊണ്ട് ആണ് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പഴയ ടൈപ്പ് ആൽബമാണ്. ഇവിടെ വിസിറ്റേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഹാളിൽ വെച്ചിരിക്കുന്ന ഒരു ആൽബമാണ്, പഴയ ഒരു ആൽബമാണ്. നമ്മുടെ ഗൈഡ് നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് ടിബിലിസിക്ക് തന്നെ പോയി. പുള്ളിക്ക് 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ ടിബിലിസി എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാൻ സമയമില്ലാന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഇപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂടൊക്കെ കുറഞ്ഞിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇറങ്ങി കാണാമെന്നുള്ളൊരു പ്ലാനിൽ കോട്ടേജിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ 4:30 ആയി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ സൺസെറ്റ് എന്ന് പറയുന്നത് 8:30-9 മണി ആയി കഴിഞ്ഞാലാണ് സൺസെറ്റ് ആവുക. നമുക്ക് കുറച്ച് വെയിലൊക്കെ കുറഞ്ഞിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ തറയൊക്കെ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഫ്ലോറിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. റൂം പോലെ ഉള്ള സംഭവമാണ്, സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ ഹോം സ്റ്റേ നടത്തുന്ന ഒരു ലേഡിയാണ്. അവരുടെ ഹസ്ബൻഡ് ഒരു ഫേമസ് പെയിൻറ്ററായിരുന്നു. പുള്ളി വരച്ച പെയിൻറ്റിങ്ങുകളൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. 2022 അദ്ദേഹം മരണപ്പെട്ടു. ഇതാണ് അദ്ദേഹം. പുള്ളി അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പെയിൻറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ആളാണ്. പേര് ഞാൻ മറന്നുപോയി. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഡയറിയാണ്. പേര് ഞാനിവിടെ എഴുതി കാണിക്കാം. പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി.
ഈ ഹോം സ്റ്റേ നടത്തുന്ന ഒരു ലേഡിയാണ്. ലേഡിയുടെ അമ്മ ജർമ്മനിയിൽ ടീച്ചറായിരുന്നു. അപ്പോൾ ആ ടീച്ചറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ജർമ്മനിയിലെ ഫ്രണ്ട്സ് പ്രസൻറ്റ് ചെയ്ത ഒരു ആൽബമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഞാൻ ഈ ആൽബത്തിൽ നേരത്തെ പോസ്റ്റ് കാർഡ് കണ്ടപ്പോൾ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായതെന്ന് പറഞ്ഞാൽ മുമ്പ് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു സൗഹൃദ ഉടമ്പടി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സിബിഷൻ 1982 നടന്നിട്ടുണ്ടായിരുന്നു. ആ എക്സിബിഷൻ്റെ ഓർമ്മയ്ക്കായിട്ട് പുറത്തിറക്കിയ ഒരു പോസ്റ്റ് കാർഡാണ് ഇത്. അപ്പോൾ ആ പോസ്റ്റ് കാർഡിൽ ആരോ ആ ടീച്ചർക്ക് അയച്ച ഒരു ആശംസാ കാർഡാണ്. നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ആൽബത്തിൻ്റെ ഫ്രണ്ട് പേജിൽ കണ്ടത്. അഞ്ച് മണി കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ അല്പം കുറഞ്ഞപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തൊക്കെ ഉള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. ഇവരുടെ തന്നെ കോഴിയും താറാവും ഒക്കെയാണിത്. ഈ ഹോം സ്റ്റേ നടത്തുന്ന ലേഡിയുടെ ഒരു ബ്രദറുണ്ട്. പുള്ളി നമ്മൾ പുറത്തിരിക്കുന്നത് കണ്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് സുലൈമാനിയും ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്നൊരു കേക്കൊക്കെ കൊണ്ടുവന്നു. പുള്ളിക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല. എല്ലാം ആംഗ്യ ഭാഷയിലാണ് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്തേ പോയി പൂച്ച നോക്കട്ടെ. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ്. ഒരു ചെറിയ റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് 2-3 കിലോമീറ്റർ ഉള്ളിലാണ് ഒരു ഈ ഏരിയ വരുന്നത്. ഗൂഗിൾ മാപ്പിൽ ആക്ച്വലി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ജോർജിയ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ മുമ്പുള്ള ഒരു അവിടെ വരെ ഗൂഗിൾ മാപ്സ് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ കൂടെ ഹോം സ്റ്റേയുടെ ആൾക്കാർ കാറിൽ വന്നുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഇവിടെ ഗൂഗിൾ മാപ്പൊന്നും അത്ര കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തൊരു സ്ഥലമാണ്. ഇവിടെ ആകെ തിരിച്ചറിയാൻ വേണ്ടി ഈ കാണുന്ന ഒരു ചെറിയൊരു ബോർഡ് മാത്രമാണുള്ളത്. ഇതാണ് ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്തുനിന്ന് നമ്മൾ ഉള്ളിലോട്ട് നോക്കിയാലുള്ള വ്യൂ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റിനടുത്ത് വലിയൊരു മേപ്പിൾ മരമുണ്ട്. ഇങ്ങനെ ഇലയൊക്കെ വീണ് ഉണങ്ങിക്കിടക്കുകയാണ്. നല്ല വലിപ്പമുള്ള ഒരു ഏരിയയാണ് ഈ ഗേറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ. ഇവരുടെ ഒരു കോമ്പൗണ്ട്, ഈ ഫുൾ കോമ്പൗണ്ട് മതിൽ കെട്ടിയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സേഫാണ്. ഉള്ളിൽ വേലിയെ കെട്ടിയിട്ട്, വേലി തന്നെ കെട്ടിയിരിക്കുന്ന ഫുള്ള് ചെടികളും ഒക്കെ ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ടുള്ള വേലിയാണ്. ഇതിനകത്ത് മുഴുവൻ എന്തൊക്കെയോ മരങ്ങളും പഴങ്ങളും ഒക്കെയാണുള്ളത്. ഒരുപാട് കൃഷിയുണ്ട്. അതുപോലെ കോഴി, താറാവ്, പട്ടി, ആട്, പൂച്ച, അങ്ങനെ മൊത്തത്തിലൊരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 3 കെട്ടിടങ്ങളാണുള്ളത്. ഹോം സ്റ്റേ അതാണ്. പിന്നെ 2 വീടുമുണ്ട് അതിനകത്ത്. ഒന്ന് വേനലിൽ താമസിക്കുന്ന വീടും ഒന്ന് തണുപ്പത്ത് താമസിക്കുന്ന വീടുമാണ്. അതുപോലെ നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ പുറകിലാണ് ആ ലേഡിയും അവരുടെ അമ്മയും താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെയാണ്. ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് അവരുടെ സഹോദരനാണ്. തണുപ്പ് കാലമാകുമ്പോൾ ഇവരെല്ലാം ആ തടിയുള്ള വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ തീരെ തിരക്കൊന്നുമില്ലാതെ സിറ്റിയുടെ വളരെ പുറത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ജോർജിയയിലെ ഗ്രാമീണ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഹോം സ്റ്റേ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ വളരെ അടുത്താണ്. ഇവിടെ 5 കിലോമീറ്ററോ 6 കിലോമീറ്ററോ ഉള്ളൂ എയർപോർട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ട്രാവൽ ചെയ്താൽ നമുക്ക് എയർപോർട്ടിൽ പോകാൻ പറ്റും. അപ്പോൾ നാളെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു വില്ലേജ് ചൂസ് ചെയ്തത്. പിന്നെ ഇത് വില്ലേജ് ആണെങ്കിലും ഇത്രയും മരവും പച്ചപ്പൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇവിടെ ഇപ്പോൾ സമ്മർ സീസണാണ്. നമുക്ക് ട്ബിലിസിയിൽ ഫീൽ ചെയ്തതിനെ കഴിഞ്ഞ് നല്ല ചൂട് കുത്തൈസിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് പച്ചപ്പൊക്കെയുള്ള ഒരു ഏരിയയാണ്. ചൂട് അത്യാവശ്യം നല്ല ചൂടുണ്ട്.
ഇത് കണ്ടു, ഇവിടെ ഒരു മുന്തിരി വള്ളിയുടെ പന്തലിന് താഴെ ഒരു ഹാങ്ങിങ് ചെയർ. ഇതാണ് വീടിൻ്റെ പുറകുവശം. ഇതൊരു താറാവിൻ്റെ കൂടാണ്. ഇതൊരു പിയർ മരമാണ്. വീടിൻ്റെ പുറകിൽ മൊത്തം കൃഷിയാണ്. ചോളം നിൽപ്പുണ്ട്, അതുപോലെ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ട് വിളവെടുത്തിട്ട് ഇങ്ങനെ തരിശായിട്ട് കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. പുള്ളി എന്തോ പണി ചെയ്യാനുള്ള എന്തോ ഒരു പ്രിപ്പറേഷനിലാണ്. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല, പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവിടെ ഒരു ട്രാക്ടർ കിടപ്പുണ്ട്, പുള്ളി അതിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പട്ടി കൂടെ പോന്നു. പുല്ല് വെട്ടിക്കളയുന്നതാണ്. പുല്ല് വെട്ടിയിട്ട് ഇവിടെ എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെയൊക്കെ താഴ്ഭാഗമായിട്ട് വരുന്ന സ്ഥലം. പൊതുവേ ഈ തണുപ്പ് രാജ്യങ്ങളിൽ വീടുകളുടെ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അതായത് 2 പാർട്ടുണ്ടാവും, ഒരു സ്റ്റോറേജ് പാർട്ടും അത് താഴെയും, പിന്നെ താമസിക്കുന്നതൊക്കെ മുകളിലുമാണ്. ഇത് കണ്ടോ, ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടോ, തറയിൽ തൂണൊക്കെ വെച്ചിട്ട് ഉയർത്തിയിട്ടാണ് അതിലാണ് വീട് വെച്ചിരിക്കുന്നത്. തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മുഴുവനും തടിയിലാണ് പണിതിരിക്കുന്നത്. ഇതൊരു പീച്ച് ട്രീ ആണ്. പീച്ചൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്, കുറേ പഴുത്ത് തറയിലും വീണ് കിടപ്പുണ്ട്. മുന്തിരിയിൽ മരുന്നടിച്ചിട്ടുണ്ട്, കീടങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി എന്തോ സ്പ്രേ ചെയ്തിട്ടുണ്ട്. എന്തായാലും മുന്തിരി പാകമായിട്ടില്ല, വിളഞ്ഞു വരുന്നേ ഉള്ളൂ. ഈ ഒരു വലിയൊരു ഏരിയ മുഴുവൻ മുന്തിരിയാണ്. വലിയൊരു പന്തലിട്ടിട്ടുണ്ട്, അതിന് മുഴുവൻ ഇങ്ങനെ മുന്തിരി വള്ളികൾ കയറ്റിവിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കാക്ക ഫ്രൂട്ടാണ്, പക്ഷേ പാകമായിട്ടില്ല, പച്ച കളറാണ്. ഇനി പാകമാകാൻ വേണ്ടി ഇനിയും സമയമെടുക്കും. പുല്ലിപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ്, അതുകൊണ്ട് വൈകുന്നേരമാണ് ഇതുപോലെയുള്ള ചെറിയ കൃഷിപ്പണികളൊക്കെ ഈ സീസണിൽ വരെ ചെയ്യുന്നത്. ഇപ്പോൾ 8 മണിയായി. പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. പൊതുവെ ഞാൻ നേരത്തെ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ ഇവിടെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 9:30-10 മണിയാകുമ്പോഴായിരിക്കും സൺസെറ്റ്. ഇപ്പോഴും സൂര്യനൊന്നും അസ്തമിച്ചിട്ടില്ല. നമ്മളോട് ഡിന്നർ റെഡിയായെന്ന് പറഞ്ഞു. ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ. ഇത് ഇവരുടെ സാധാരണ ഭക്ഷണമാണ്. നോർമലായിട്ടുള്ള ഫുഡ് മതിയെന്ന് നമ്മൾ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പൊട്ടറ്റോ ഫ്രൈ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് കുറച്ച് ഹാർഡാണ്. പിന്നെ വാട്ടർ മെലനും സ്വീറ്റ് മെലനും ഒക്കെ ഉണ്ട്. ഇത് പാസ്തയാണ്, പിന്നെ സലാഡുണ്ട്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റി ഫുഡാണ്. Yes, as a teacher, 45 years. Yes. Thank you. I make this. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തിരിക്കുകയാണ് ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു. ഫുഡ് നല്ല ഫുഡായിരുന്നു. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ല സ്നേഹമുള്ളൊരു ഫാമിലിയാണ്.
പ്ലാസ്റ്റിക് താഴെ കളയരുത്. നമ്മൾ കുറേ സമയം ഫാമിലിയുടെ കൂടെ പുറത്തിരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വീടിനുള്ളിൽ വന്നു. അപ്പോൾ 9 മണി കഴിഞ്ഞു. അപ്പോൾ വീട്ടിനകത്താണിപ്പോൾ. ഈ ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ലേഡിയുടെ ഹസ്ബൻഡ് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹം എന്തോ ഒരു അസുഖമായിട്ട് കിടപ്പിലായപ്പോൾ 30 മാർച്ചിന് 7/4 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 7-ാം തീയതി മരണപ്പെടും എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വരച്ച ഒരു പടമാണ്. ഒരു കാളയുടെ പടവും സമയവും ഒക്കെ പുള്ളി ഒരു പടം പോലെ വരച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി വരച്ചതുപോലെ തന്നെ ഏപ്രിൽ 7-ാം തീയതി പുള്ളി മരണപ്പെട്ടത്. അപ്പോൾ ഈ ലേഡി നമ്മളോട് പറഞ്ഞാണ് ആ ഒരു പടമാണിത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോ. നമ്മുടെ കൂടെ ഫുഡ് കഴിച്ച ഗ്രാൻഡ് മദറില്ലേ, അവരുടേതാണ് ശരിക്കും ഈ ആൽബം. ഇതാണ് ആ ഗ്രാൻഡ് മദർ, അത് അവരുടെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോ ആണ്. വൈകുന്നേരം ട്രാക്ടറൊക്കെ വെച്ചിട്ട് പുല്ല് ചെത്തിയ ഒരാളില്ലേ, അദ്ദേഹമാണ് ഈ ബ്രദർ, അദ്ദേഹമാണ്. ഇതാണ് ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ലേഡി. ഈ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലൊരു ടീച്ചറായിരുന്നു. 45 വർഷം ടീച്ചറായിരുന്നാണ് പറഞ്ഞത്. അവരുടെ 25-ാം വിവാഹ വാർഷികത്തിന് അവരുടെ സ്റ്റുഡൻറ്റും അവിടെ ഉണ്ടായിരുന്ന കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിക്കൊടുത്തൊരു ആൽബമാണിത്. ഈ പോസ്റ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ പല ആൾക്കാർ ഗ്രാൻഡ് മൈക്ക് അയച്ച കത്തുകളാണ്. ഈ ആൽബം മുഴുവൻ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. ഈ കാണുന്ന എഴുത്തും ലെറ്റേഴ്സും എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഈ പോസ്റ്റ് കാർഡിലും ഒരു സോവിയറ്റ് യൂണിയൻ്റെ സ്റ്റാമ്പ് കാണാം. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അടയാളങ്ങളൊക്കെ മുഴുവൻ നീക്കം ചെയ്യാനാണ് 2010 ജോർജിയൻ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ ശ്രമിച്ചാലും 70 വർഷം ഭരിച്ച ഒരു സർക്കാരിൻ്റെ അടയാളങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ബാക്കിയുണ്ടാവുന്ന ഉള്ളതാണ് ഒരു സത്യം. അതൊരു യാഥാർത്ഥ്യമാണ്.